സോ ഹൈ ഗൈസ്, ഈഗിൾ ഹിയർ. അപ്പൊ ഞാൻ ഇന്ന് വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗൈസ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഗെയിമേഴ്സിന് വേണ്ടി മാത്രമുള്ള ഒരു വീഡിയോ അല്ല. ഗെയിമേഴ്സിനും അതുപോലെ തന്നെ പാട്ടൊക്കെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എന്റെ ഇരിക്കുന്ന ഒരു ചെറിയൊരു ഗാഡ്ജറ്റിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആള് ചെറുതാണെങ്കിലും പക്ഷെ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള ഒരു ഗാഡ്ജറ്റ് ആണ്. സോ ഗൈസ്, ദിസ് ഈസ് ഹൈറസ് ഡാക്ക്. ഹൈറസ് ഡാക്ക് എന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ ഓഡിയോയെ അനലോഗ് ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ചെറിയ ഒരു സാധനമാണ് ഇത്. നമ്മളെല്ലാവരും പാട്ടൊക്കെ കേൾക്കാറൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളെല്ലാവരും നോർമലി നമ്മൾ നമ്മുടെ ഇയർഫോൺസ് എടുത്ത് ഫോണിൽ കണക്ട് ചെയ്യും. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പാട്ട് കേൾക്കും. നമ്മൾ അങ്ങനെയാണ് നോർമലി കുറെ നാളായിട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. സോ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഗെയിം ചേഞ്ചർ ആണ് ഈ ഒരു സാധനം. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു നോർമൽ ഒരു കേബിൾ എന്നുള്ള ഒരു സാധനമല്ല ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത്. അതായത് പാട്ട് കേൾക്കാനായിക്കോട്ടെ, ഗെയിം കളിക്കാനായിക്കോട്ടെ, എന്തിനാണെങ്കിലും നമുക്ക് നമ്മുടെ ഓഡിയോയുടെ റെസൊല്യൂഷൻ അതിന്റെ ഒറിജിനൽ ക്വാളിറ്റിയിൽ എങ്ങനെയാണോ അത് പ്രൊഡ്യൂസ് ചെയ്തത് അതേ ഔട്ടിൽ നമുക്ക് കേൾക്കാൻ ഭയങ്കരമായിട്ട് നമ്മളെ ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു സാധനമാണ് ഈ ഹൈറസ് ഡാക്ക് എന്ന് പറയുന്നത്. ഇപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ഒരു ഹൈറസ് പ്ലെയർ ആണ്. ഹൈറസ് എന്ന് പറയുമ്പോൾ അതായത് ഹൈ റെസൊല്യൂഷനിൽ പ്ലേ ചെയ്യാൻ പറ്റിയ ഒരു പ്ലെയർ. പക്ഷെ ഇതിൽ പാട്ട് കേൾക്കുന്ന ഒരു സുഖം എന്തായാലും ഫോണിൽ നിന്ന് പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാവില്ല. പക്ഷെ വൺസ് ഞാൻ ഇതിൽ പാട്ട് കേട്ട് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിന്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലായത്. സോ ഇതൊരു ഹൈറസ് പ്ലെയർ ആണ്. ഈ ഹൈറസ് പ്ലെയർ എല്ലാവർക്കും അഫോർഡബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഗാഡ്ജറ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഹൈറസ് പ്ലെയറിൽ നിന്ന് IEMസിലോട്ട് വരുന്ന ഔട്ട് എന്ന് പറയുന്നത് എനിക്ക് നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത്രയും വൺസ് നിങ്ങൾ ഈ ഒരു ഹൈറസ് പ്ലെയറിൽ പാട്ട് കേട്ട് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫോണിലിരുന്ന് പാട്ട് കേൾക്കത്തില്ല. അത്രയും അടിപൊളിയാണ്. സോ അപ്പോൾ ഒരു ഹൈറസ് പ്ലെയർ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത, അതായത് പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രം അങ്ങനെ ഒരു സാധനം അഫോർഡ് ചെയ്യാന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ടും പറ്റുന്ന കാര്യമല്ല. അതിന് വേണ്ടിയിട്ട് അതിനൊരു ഫിക്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഗാഡ്ജറ്റ് അവിടെ യൂസ്ഫുൾ ആവുന്നത്. ഒരു ഹൈറസ് പ്ലെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും ക്വാളിറ്റിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഒരു പരിധി വരെ അതിനെ നമുക്ക് ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു ചെറിയ ഒരു ഗാഡ്ജറ്റ് ആണ് ഈ ഒരു ഡാക്ക്, ഹൈറസ് ഡാക്ക് എന്ന് പറയുന്ന ഈ ഒരു സാധനം. ഐഫോൺസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ആപ്പിൾ മ്യൂസിക്കിൽ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയം എടുത്തു കഴിഞ്ഞാൽ അതിൽ ലോസ്ലെസ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതാണ് ഒരു ഓഡിയോയുടെ ആക്ച്വലി നമ്മുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ എക്സ്ട്രീം ക്വാളിറ്റി എന്നുള്ള രീതിയിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി അതാണ്. നമ്മുടെ കുറെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എല്ലാവരും പറയണത് ആപ്പിൾ മ്യൂസിക്കിന്റെ ക്വാളിറ്റി ഭയങ്കര അടിപൊളിയാണെന്നാണ്. സോ ആ ഒരു ക്വാളിറ്റി പ്ലസ് നമ്മുടെ ഈ ഒരു ഡാക്ക് നമ്മുടെ ഫോണിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇതേപോലെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹെഡ്സെറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ IEMസിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പാട്ട് എൻജോയ് ചെയ്ത് നോക്കണം. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഡിഫറൻസ് എന്താണെന്ന്. സോ ഒരു പെർട്ടിക്കുലർ മോഡൽ ഒരു ഹൈറസ് ഡാക്കിന്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ പരസ്യത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു സാധനം നിങ്ങൾക്ക് വിവിധ ബ്രാൻഡിൽ വിവിധ പ്രൈസിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ മേടിക്കാൻ അവൈലബിൾ ആണ്. ഹെഡ്സെറ്റിന് പകരം IEMs ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഹൈറസ് ഡാക്ക് മേടിച്ച് അതിൽ കണക്ട് ചെയ്ത് പാട്ട് കേട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഡിഫറൻസ് ഉറപ്പായിട്ടും മനസ്സിലാവും. ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്.